നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബ്രൂണൈ സുൽത്താൻ ഹാജി ഹസൻ ബോൾക്കിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു നേതാക്കളും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തി. ബന്ദർസരി ബഗവാനിലെ ഇസ്താന നൂറുൽ ഇമാനിയിൽ ഹാജി ഹസൻ ബോൾക്കിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും പ്രധാനമന്ത്രി മോദിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. ഇന്ത്യയും ബ്രൂണൈയും വ്യാപാര ബന്ധങ്ങളും വാണിജ്യ ബന്ധങ്ങളും വിപുലീകരിക്കുമെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. സുൽത്താൻ ഹാജി ഹസൻ ബോൾക്കിയെ കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ത്യ ബ്രൂണൈ ബന്ധം ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമിടുന്നു. നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനുള്ള വഴികൾ ഉൾപ്പെട്ടതായിരുന്നു. ഞങ്ങളുടെ ചർച്ചകൾ 10ാം വർഷത്തിലെത്തിയ ആക്ട് ഈസ്റ്റ് നയം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയ്ക്ക് അനുസൃതമായാണ് സന്ദർശനമെന്നും അദ്ദേഹം പറഞ്ഞു. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെട്ട പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുന്നതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ഊർജം, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ശേഷി വികസനം, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള വിനിമയം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ നേതാക്കൾ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ICT, ഫിൻടെക്, സൈബർ സുരക്ഷ, പുതിയതും ഉയർന്നു വരുന്നതുമായ സാങ്കേതിക വിദ്യകൾ, പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം തുടരാനും ധാരണയായി. ടെലിമെട്രി നിരീക്ഷണം, ടെലികമാൻഡ് സ്റ്റേഷനുകൾക്കായുള്ള ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളുടെ പ്രവർത്തനത്തിലെ സഹകരണം സംബന്ധിച്ച ധാരണാപത്രത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറും ബ്രൂണൈ ഗതാഗത വിവര വിനിമയ മന്ത്രി പെങ്കിരൻ ഡാറ്റോ ഷംഹാരി മുസ്തഫയും ഒപ്പുവെച്ചു. ബന്ദർസേരി ഭഗവാനും ചെന്നൈക്കുമിടയിൽ നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കാനും തീരുമാനിച്ചു. ഭാരതത്തിന്റെ ആക്ട് ഈസ്റ്റ് നയത്തിലും ഭാരത പസഫിക് കാഴ്ചപ്പാടിലും ബ്രൂണൈ പ്രധാന പങ്കാളിയാണ്. ബ്രൂണൈയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യത്തെ ഉഭയകക്ഷി സന്ദർശനമാണിത്. ഇന്ത്യയും ബ്രൂണൈയും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര സന്ദർശനം. പ്രധാനമന്ത്രിയോടുള്ള ആദര സൂചകമായി സുൽത്താൻ ഔദ്യോഗിക മധ്യാഹ്ന ഭോജനവും ഒരുക്കി. എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തെ അപലപിച്ച് ഭാരതവും ബ്രൂണൈയും ഭീകരതയെ തള്ളിക്കളയാൻ ഇരു രാജ്യങ്ങളും ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു. 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രൂണൈ സുൽത്താൻ ഹാജി ഹസൻ ബോൾക്കിയും നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചു. ബ്രൂണൈ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം സിംഗപ്പൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേറ്റത് ഇന്ത്യൻ സമൂഹം. നിരവധി പേരാണ് പ്രധാനമന്ത്രിയെ കാണാനായി സിംഗപ്പൂരിൽ തടിച്ചുകൂടിയത്. പ്രത്യേക വേഷവിധാനങ്ങളോടെ ഇന്ത്യയുടെ തനത് നൃത്തച്ചുവടുകളുമായിട്ടാണ് പ്രവാസി ഭാരതീയർ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. മഹാരാഷ്ട്രയിലെ തനത് കലാരൂപമായ ലാവനി നൃത്തം ഉൾപ്പെടെയാണ് ഒരുക്കിയത്. നൃത്ത സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന ഡോൽ കലാകാരന്മാർക്കൊപ്പം പ്രധാനമന്ത്രിയും ഡോലിൽ താളമിട്ടു. പ്രധാനമന്ത്രി ഡോൾ കൊട്ടുന്ന വീഡിയോ ഇന്റർനെറ്റിലും തരംഗമായി. വാദ്യോപകരണങ്ങളോടുള്ള പ്രധാനമന്ത്രിയുടെ കമ്പം നേരത്തെ പല ഘട്ടങ്ങളിലും ചടങ്ങുകളിലും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ സിംഗപ്പൂർ നയതന്ത്ര ബന്ധം ഊഷ്മളമാക്കാൻ 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി സിംഗപ്പൂരിലെത്തിയത്. ചാങ്കി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ടതിന്റെ സന്തോഷം പങ്കുവെച്ച് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് ഇസ്താനയിൽ ഒരുക്കിയ വിരുന്ന് സൽക്കാരത്തിൽ നരേന്ദ്രമോദി അതിഥിയാകുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ലോറൻസ് വോങ് എക്സിൽ കുറിച്ചു. ഇന്ത്യ സിംഗപ്പൂർ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രൂണൈ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി സിംഗപ്പൂരിൽ എത്തിയത്. സിംഗപ്പൂരും ഇന്ത്യയുമായുള്ള സാമ്പത്തിക സഹകരണം, വ്യാപാരം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ ബന്ധം ഊഷ്മളമാക്കുന്നതിൽ ഇരു നേതാക്കളും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനത്തിനെത്തിയതിന് പിന്നാലെ ഇന്ത്യയിലെ നിക്ഷേപം ഇരട്ടിയാക്കി സിംഗപ്പൂർ കമ്പനിയുടെ വമ്പൻ പ്രഖ്യാപനം. സിംഗപ്പൂരിലെ ആഗോള റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി 2028ഓടെ ഇന്ത്യയിലെ നിക്ഷേപം 9,280 കോടി രൂപയായി വർദ്ധിപ്പിക്കും. നിലവിൽ ഇന്ത്യയിൽ 45,000 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ബിസിനസ് പാർക്ക് വികസനത്തിന് 6,000 കോടിയുടെ ഫണ്ടും കമ്പനി ആരംഭിച്ചിരുന്നു. കമ്പനി നിക്ഷേപം ഇരട്ടിയാക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.